ഇസ്രായേൽ മക്കളുടെ യാത്ര തുടങ്ങുമ്പോഴേ അറിയാം. പുറപ്പാട് ദിവസം 15-ാം അധ്യായത്തിൽ വെള്ളം കിട്ടിയില്ല. മാറ കൊടുത്തോ? വെള്ളം കൊടുത്തു. 17-ാം അധ്യായത്തിൽ വന്നപ്പോൾ രഫീദീമിലെത്തി. വഴക്കുണ്ടാക്കിയോ? വഴക്കുണ്ടാക്കി. വെള്ളം കൊടുത്തോ? കൊടുത്തു. സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൽ വന്നപ്പോൾ വെള്ളമില്ലാതായോ? വെള്ളമില്ലാതായി. വെള്ളം കൊടുത്തോ? കൊടുത്തു. 21-ാം അധ്യായത്തിൽ വന്നപ്പോൾ വെള്ളമില്ല. സ്തോത്രം. പക്ഷെ അവർ ബേരിലെത്തി. അവിടെ എന്ത് ചെയ്തു? ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ അത് തന്നെ. ഏത്? ബേരില്. ബേരില് മരുഭൂമിയാണ്. അവിടെ ഒരു കിണറും കാണാനില്ല. സ്തോത്രം. അവിടെ പറയുകയാണ്, ഞാൻ അവർക്ക് വെള്ളം കൊടുക്കുമെന്ന് കൽപ്പിച്ച കിണർ. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്നോട് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, സ്തോത്രം, നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നീ സാഹചര്യങ്ങളെ നോക്കണ്ട, നിന്റെ കണ്ണുകൊണ്ട് കാണുന്നതിനെ നീ നോക്കണ്ട. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഈ ബേരെന്ന് പറയുന്ന ഈ മരുഭൂമി, നീ നിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ഇസ്രായേൽ ജനത്തോട് പറയും, മൂപ്പന്മാരോട് പ്രഭുക്കന്മാരോട് പറയുകയാണ്, നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെന്നാ ഇത് കിണറാണെന്ന്, ഇത് കിണറാണെന്ന്. പക്ഷെ ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്യുക? വിശ്വസിക്കത്തില്ല. അവർ വിശ്വസിക്കത്തില്ല. ഇത് കിണറല്ല, ഇത് മരുഭൂമിയാ. പക്ഷെ പ്രഭുക്കന്മാർ പറയും, അല്ല, ഇത് ദൈവം പറഞ്ഞത് ഇത് കിണറാണെന്ന്. അങ്ങനെയാണെങ്കിൽ കിണർ ഇതിന്റെ ആഴത്തിൽ എത്ര കടന്നാലും ആ കിണറിനെ പൊക്കിക്കൊണ്ടുവരുവാൻ, ഈ മരുഭൂമിയുടെ മുകളിലേക്ക് പൊക്കിക്കൊണ്ടുവരുവാൻ, എന്റെ മരുഭൂമിയുടെ അനുഭവത്തിന്റെ ഉള്ളിലേക്ക് പൊക്കിക്കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽക്കാലം ചില മരുഭൂമിയുടെ അനുഭവത്തിൽ, വരണ്ട അനുഭവത്തിൽ നടക്കത്തില്ല എന്ന് പറഞ്ഞു നിന്റെ മനസ്സുപോലും പറഞ്ഞു കിടക്കുന്ന ചില വിഷയത്തിന്റെ അകത്ത് അത് അടഞ്ഞു കിടക്കത്തില്ല. അതിന്ന് പൊങ്ങി വരുന്ന ദിവസമാ. അതിന്ന് പൊങ്ങി വരുന്ന ദിവസമാ. അതിന്ന് പൊങ്ങി വരുന്ന ദിവസമാ. ദൈവം നിനക്ക് തന്ന വാഗ്ദത്തം പൊങ്ങി വരുന്ന ദിവസമാ. ദൈവം നിന്നോട് അരുളി ചെയ്തത് പൊങ്ങി വരുന്ന ദിവസമാ. ദൈവം നിന്നോട് പറഞ്ഞത് പൊങ്ങി വരുന്ന ദിവസമാ. യേശുവിന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പറ, ഇനി അത് മൂടി കിടക്കത്തില്ല, ഇനി അത് താണ് കിടക്കത്തില്ല, ഇനി അത് മറിഞ്ഞു കിടക്കത്തില്ല. ഇന്നത് പൊങ്ങി വരും. ഹല്ലേലൂയ.